ഇതാണ് ഇപ്പോൾ കടകളിൽ 500, 600 ഒക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. റംബൂട്ടാനല്ലേ? ഹോം ഗ്രൗണ്ട് തൈകള് കേട്ടോ. നമ്മൾ ഇതൊരു 400 രൂപക്ക് കൊടുക്കാം. ഇത് നമ്മൾ 800-നാണ് കൊടുക്കുന്നത്. ഒരു 750 നമ്മളൊരു ഓഫർ ഉള്ള ആൾക്ക് കൊടുക്കും. തായ്പിങ് പേരാണ് ഹോം ഗ്രൗണ്ട് അല്ലേ? നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? 100 രൂപ. 100 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു ഓഫർ നല്ല ആൾക്ക് 350-ന് കൊടുക്കാം. ബഷീർ ഖാൻ, നമ്മുടെ ചാമ്പ വെറൈറ്റീസ് ആണ് ഈ കാണുന്നതല്ലേ? ഇതൊക്കെ ഉമ്മർ ചാമ്പ കേട്ടോ. ബുഷ് തൈകളാണ്. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? 500 രൂപയാണ് വലിയ തൈകൾക്ക്. ചെറിയ തൈനല്ല 300, 400 അല്ല വാങ്ങണേ. വലിയ തൈകള് അല്ല ബുഷ് തൈകള് 500 രൂപയ്ക്ക് കൊടുക്കല്ലേ? 500 രൂപയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് ബഷീർ, മലപ്പുറം ജില്ല, എടവണ്ണ, മുണ്ടേങ്ങര കാർഷിക നഴ്സറി. ബഷീർ ഖാൻ, അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ? അതെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷം, നല്ല സുഖമാണ്. അപ്പൊ നമ്മളെ റംബൂട്ടാൻ തൈയാണ് കയ്യിൽ പിടിച്ചിട്ട്. നല്ല റംബൂട്ടാൻ്റെ NIT നമ്മൾ പോയിട്ട് തൊടുപുഴ തലംകൂടിയും പറയാണല്ലേ? എവിടെ നിന്ന് കൂടി തൊടുപുഴ പോയിട്ട് നമ്മൾ പ്ലാന്റേഷനിൽ കണ്ടിട്ട് അവിടുന്ന് വാങ്ങിയ തൈകളാണ്. അപ്പം നമ്മളിതൊരു ഓഫർ തന്നെ നിലക്ക് അപ്പം എല്ലാവരും 150-നല്ല കൊടുക്കണേ. നമ്മളാകെ 150-നാണ് കൊടുക്കുക. 150 കൊടുക്കാം. 1000 തൈ ആണെങ്കിലും കൊടുക്കും. ഒരു 1000 തൈ വേണമെങ്കിലും നമ്മൾ 150-ന് കൊടുക്കും. 150-ന് കൊടുക്കും. ഇത് കുറ്റ്യാടി തെങ്ങ് തൈ വന്നിട്ടുണ്ടല്ലേ? കുറ്റ്യാടി ഇപ്പം നമ്മളത് കഴിഞ്ഞു. നമ്മൾ 1000-കണക്കിന് തൈ ഇപ്പം കഴിഞ്ഞു. അപ്പം ഇന്ന് വന്നാണ് പിന്നെ കുറ്റ്യാടിയിലെ ഗവൺമെൻറ് ഫാമിൽ ലാസ്റ്റുള്ള തൈകൾ നമുക്ക് തന്നതാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ തൈക്ക് റേറ്റ്? ഇത് 150-ന് കൊടുക്കാം. അതൊന്നും കൊടുത്താൽ ഒക്കൂലപ്പോൾ. ഇപ്പം 200-നോ 220-നോ 250-നോ ഒക്കെ കൊടുക്കണോടുണ്ട്. നമുക്ക് എത്ര കൊടുക്കാം? 170-നായിട്ട് കൊടുക്കാം കേട്ടോ. പൊള്ളാച്ചി തൈ അല്ല, ഒറിജിനൽ സാധനമാണ്. തമിഴ്നാടിനാണെങ്കിൽ 120 ഒക്കെ തന്നാൽ മതി. അവൻ ഇവിടെ കാണിച്ചു തരാം. ഒരു തയ്യാമാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടല്ലേ കാണിക്കാൻ? കൂടുതലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് വെക്കല്ലേ. 10 തൈ സാമ്പിളിന് ഇവിടെ കൊണ്ടുവന്ന് വെക്കലുള്ളൂ. എന്തൊക്കെ വ്യത്യാസം രണ്ടും തമിഴ്നാടാണ്. പൊള്ളാച്ചിന്ന് വരുന്നത്. റിസൾട്ട് ഇതാണ് 7 ആവും കായ്ക്കാം. പക്ഷെ നമ്മളതിന്റെ കായ്ഫലമൊന്നും ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവൂലല്ലേ? ഇല്ല. ഇതാണ് ഇപ്പൊ കടകളിൽ 500, 600 ഒക്കെ പറഞ്ഞ് കൊടുക്കണത്. ഹോം ഗ്രൗണ്ട് തൈകള് കേട്ടോ. നമ്മള് ഇതൊരു 400 രൂപക്ക് കൊടുക്കാം. 400 കൊടുക്കാം. കടവണ്ണം കാണിച്ചാൽ നമുക്ക് കടവണ്ണം നല്ല തൈകളല്ലേ. ജംബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് അല്ലേ? ഇത് ഫുള്ള് കായ തന്നെ. ഫുള്ള് കായ ഉണ്ടായിരുന്നു. നമ്മളെ ഈ മയിലൊക്കെ പോയതാ. പോവുകയാണ്. അടഞ്ഞ മഴ ചെയ്തപ്പോഴേ. അതായത് 100% റിസൾട്ട് ഉള്ള ജബോട്ടിക്കാവ. ഇപ്പൊ അവിടെ പോവില്ല, അവിടെ കാട്ടിത്തരാ. ഇത് കാണില്ല. ഓക്കെ, മാൾട്ട മുസമ്പിയാണ്. ഇതിപ്പോ 5 കായ് വലിയ കായ് തന്നെ അത് മണ്ട് കണ്ടല്ലേ. തൈ ചെറുതാട്ടോ. തൈ വലുതുവാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ല, വലിയ തൈ എല്ലാം കായാണ് കണ്ടല്ലേ. പൂവും കായാണ്. എല്ലാം പൂവും കായും കാര്യങ്ങളുള്ള സെറ്റായ സാധനം. അതെ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 1000 ഉറുപ്പ്യക്ക് എല്ലാം കൊടുക്കാം. ഈ തൈകളൊക്കെ 1000 രൂപയ്ക്ക് കൊടുക്കുക. നമ്മുടെ ഇത് മാത്രം സ്റ്റോക്ക് ഉള്ളൂ? അതോ വരാണ്ട് 1500, 2000-ത്തിനല്ല എല്ലാവരും കൊടുക്കണേ. നമ്മൾ 1000 രൂപയ്ക്ക് 1000 രൂപയ്ക്കാണ്ട് കൊടുക്കണേ. അല്ല, നമ്മൾ ചോദിച്ച സാധനം തീർന്നു അറിയില്ലല്ലോ. അല്ല, സാധനം ഉണ്ടാവും. കൂടുതൽ അറിയാല്ല, അത്യാവശ്യം ഉണ്ട്. അത് കയ്യോളം നമ്മൾ കൊടുക്കുക. എന്തായാലും ഒരു 200-300 പീസ് എന്തായാലും ഉണ്ട്. ഇത് ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഏതാ വെറൈറ്റി വരുന്നത്? വിയറ്റ്നാം സൂപ്പർ അർലി. നമുക്കൊരു 500 ഉറുപ്പ്യക്ക് ഓഫറായിട്ട് കൊടുക്കുക. അതൊക്കെയാണ് 800 കൊടുക്കണേ. 20,000 കവർ, 21 കവറൊക്കെ കൊടുക്കണേ. നമുക്ക് 500-ന് കൊടുക്കാം. 500-ന് ഹോം ഗ്രൗണ്ട് തൈകളാട്ടോ. 500 രൂപക്കാണ് കൊടുക്കും. കസ്റ്റമാരുണ്ട്, അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. നാംടോക്ക് വായാണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ഉണ്ട്. കടവണ്ണം കണ്ടില്ലേ? എല്ലാ ബുഷുള്ള തൈകളാണ്. ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇത് 2500 കിട്ടണം ഇതിനൊക്കെ. ഈ നാംടോക്ക് ബൈ തന്നെ നമുക്ക് എത്ര സൈസ് മുതലുള്ള നമ്മുടെ കയ്യിലുണ്ട്? എല്ലാം ഉണ്ട്. 300 ഉറുപ്പ്യ മുതലുണ്ട്. 300 രൂപ മുതലുണ്ടല്ലേ? നല്ല കടവണ്ണല്ലേ. അത് കാലാപ്പാടിന്റെ തയ്യാട്ടോ. പൂവ് ഇട്ടിക്കണത്? പൂവ് എല്ലാത്തുമ്മലും ഉണ്ടാവും. ഉണ്ടോ? അത് നോക്കട്ടല്ലേ. പൂവ് എല്ലാത്തുമ്മലും ഉണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നമ്മള് 800-നാണ് കൊടുക്കുന്നത്. 750 നമ്മളൊരു ഓഫർ ഉള്ള ആൾക്ക് കൊടുക്കാം. ഒരു മാസം നമുക്ക് ഈ ഓഫറിലാണ്ട് കൊടുക്കാം. തായ്പിങ് പേരാണ് ഹോം ഗ്രൗണ്ട് അല്ലേ? നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? 100 രൂപയ്ക്ക് കൊടുക്കാം. ഗുവ വെറൈറ്റീസ്, അതായത് ജപ്പാൻ പേര, പിന്നെ VNR, അലക്കാക്കിരൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. അതില് പൂവോട് കൂടി ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞതാണ് ഒക്കെ തെരഞ്ഞ് വരാണ്ട് ബ്ലാക്ക്
പേര വെറൈറ്റീസ് ഒരുവിധം എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണല്ലേ? ഉണ്ട്. തായ് ജംബോ സപ്പോർട്ട് അറിയണ സപ്പോർട്ട് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല സൈസ് 500 ഗ്രാമൊക്കെ തന്നെയാണ് ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ഓഫർ എല്ലാവർക്കും 350 കൊടുക്കാം. 350 കൊടുക്കണേ? 350 ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിന്റെ സ്റ്റോക്ക് ആണ് കേട്ടോ. ഇത് ആത്തച്ചക്ക. നമ്മളവിടെയൊക്കെ ചക്കപ്പായ നോക്കിയാണ് പറയല്. അതാ ഫുള്ള് കായാണ്ടല്ലേ, കായൊക്കെ കൊമ്പ് ഓടിയാലും തുടങ്ങിക്കണേ, കാഴ്ച തുടങ്ങിയിട്ട്. ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കുന്നതാ? നമ്മൾ 600 രൂപ കിട്ടോ. വലിയ പ്ലാന്റുകൾ, കാഴ്ച വലിയ പ്ലാന്റുകൾ ഉണ്ടല്ലോ, ഫുള്ള് കായ. അത്യാവശ്യം എല്ലാ വലിയ കായ് വരുന്നുണ്ടല്ലേ, ഉണ്ടല്ലോ. 600 രൂപയ്ക്ക് കൊടുക്കാം. 600 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കായോട് കൂടി. ചെറിയ തൈകളൊക്കെ ഉണ്ടാവും, 150-200 രൂപ ഒക്കെ ഉണ്ട്. നമ്മള് ജമ്പോട്ടിക്ക ഏതാ വെറൈറ്റി? ഹൈബ്രിഡ്. ഇതിപ്പോ നമുക്ക് കൊണ്ടുപോകാൻ വെച്ചെന്ന് പറഞ്ഞതാണോ? കൊടുവള്ളിക്കല്ല, കുറച്ച് ഇത് 5 ആയി കൊടുവള്ളിക്കുള്ളതാണ്. സ്റ്റോക്ക് ഉണ്ടാവില്ലേ? സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഇതുണ്ട്, മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, വലിയ ലോകമുണ്ട് നമുക്ക്. പിന്നെ അത് കയറ്റാൻ തന്നെ വൈറ്റ് തന്നെയാണ്. വൈറ്റ് തന്നെ, കോഴിക്കോട് കൊടുവള്ളിക്കല്ലാണ് വലിയ പ്ലാന്റ്. കാണിച്ചു തരാം, അവിടെ ഞാൻ കാട്ടിത്തരാം. ഇത് യുജീന ലിവർ കളറാട്ടോ, അടിപൊളി കളറാണ്, നല്ല രസമുള്ള കളറാണ്. ഇതൊക്കെ നേരിൽ പൊളിക്കുക, ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അവിടെ മുന്നിൽ കൊണ്ടുവച്ചാണ് ഇതൊക്കെ. അതിൻ്റെ ചെറുതുണ്ട്, അതല്ലേ, നല്ല ചുറുക്കല്ല കളറാണ്. ലാൻഡ്സ്കേപ്പിന്റെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുവിധ മിക്ക പാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ചെയ്തും കൊടുക്കുന്നില്ല. ചെയ്ത് കൊടുക്കണ്ടേ, കുറെ വിട്ടൊന്നും കഴിയൂല. നമ്മൾ അടുത്ത പ്രദേശമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലൊക്കെ ഉണ്ട്, എല്ലായിടത്തും പോയി ചെയ്യും കേട്ടോ. നമ്മൾ ഇഷ്ടമാതിരി മരമുന്തിരി ഉണ്ട്, ജമ്പോട്ടിക്ക മരമുന്തിരി ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. റെഡ് ഹൈബ്രിഡ്, സ്കാർലൈറ്റ് എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മളെ ചെറുതേ ഒരു 300 രൂപയ്ക്ക് കൊടുക്കാൻ മതി. വലിയ തൈ, നല്ല പ്രായമായതാണ് കേട്ടോ, പ്രായമായ തൈയാണ്. നമ്മളെ ലൊക്കേഷൻ മലപ്പുറം ജില്ല, എടവണ്ണ, മുണ്ടേങ്ങര, കാർഷിക നൈസ. ഇനിയിപ്പോ ഇതിന്റെ തൊട്ട് വലുത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്, ഈ ഒരു ഭാഗത്തുണ്ടല്ലേ, ഇഷ്ടമാതിണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? അതേ റേഞ്ചിലായി, ലേശം ഒന്ന് കൂടുന്നുള്ളൂ. ചെറിയൊരു ചെറുമട്ടത്തിലുള്ള കൂടുതലുള്ള 800 രൂപയ്ക്ക് കൊടുക്കാം. സൈഡില് നമ്മളെ ലോങ്കൻ തൈകളാണല്ലേ വെച്ചിട്ടുള്ളത്? അതെ അതെ, ലോങ്കന്റെ ഒട്ടുമിക്ക തൈകളും നമ്മുടെ കയ്യിലുണ്ട്. 350 രൂപ മുതലുണ്ട് കൊടുക്കാനുള്ള തൈകളുണ്ട്. അത് കുറച്ച് വലിയ തൈകൾ ഫ്രൂട്ടോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 4 സീസൺ ആണല്ലേ. ഇതാണ് ഇപ്പൊ നമ്മള് കൊടുവള്ളിക്കൊക്കെ എടുത്ത് വെച്ച തൈകള്. ഇത്രയും വലിയ സൈസ് ഉള്ള തൈകളാണല്ലേ. ഇവിടെ അവരൊക്കെ മാർക്ക് ചെയ്ത് പോയതാ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോ അടുത്ത തവണ വരുമ്പോഴൊക്കെ ഇവിടെ കാണൂല. ഇത് ഏത് വെറൈറ്റി? വൈറ്റോ? വൈറ്റ് ആണല്ലേ, ഫുൾ സെറ്റ് ആക്കിയിട്ട്. ഇവിടെ ഉണ്ട് 2 അതൊക്കെ 4 എടുത്ത് വെച്ചത്, കേട്ടാലാണ്. ബഷീർ ഖാൻ, നമ്മുടെ ചാമ്പ വെറൈറ്റീസ് ആണ് ഈ കാണുന്നതല്ലേ? ഇതൊക്കെ ഉമ്മർചാമ്പ കേട്ടോ, ബുഷ് തൈകളാണ്. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? 500 രൂപയാണ് വലിയ തൈകൾക്ക്. ചെറിയ തൈനല്ല 300-400 അല്ല വാങ്ങണേ. വലിയ തൈകള് അല്ല, ബുഷ് തൈകള് 500 രൂപയ്ക്ക് കൊടുക്കല്ലേ? 500 രൂപയ്ക്ക് കൊടുക്കുക. ഇത് കാട്ടിമൂണാണ്. കാട്ടിമൂൺ വെറൈറ്റി ആണല്ലേ? ഇതൊക്കെ മാങ്ങണ്ടായിന് കേട്ടോ, ഫുള്ള് മാങ്ങണ്ടായിന്. അതാ കൂട്ടുകൊണ്ട് വരുന്നത് മാങ്ങ രണ്ടായിന്. ഇതൊക്കെ പൊട്ടിച്ചാണ്. നമ്മൾ 400 രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കണം കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഇഷ്ടമായി ഉണ്ടായിന്. ഇപ്പം നമ്മൾ മഞ്ചേരിക്ക് 50 പീസ് എന്നല്ല ഞാൻ കയറ്റിയതാണ്, അത് കഴിഞ്ഞതാ. ഇത് ജമ്പോട്ടിക്കാവ, അതായത് കാരണം മദർ പ്ലാന്റ് ആണ് സംഭവം. അടിപൊളി പ്ലാന്റ്, ഫുള്ള് പെരും കായനി. ഇപ്പൊ ചട്ടി മാറ്റാൻ വേണ്ടി കണ്ടേ പുറത്തേക്ക് എടുത്ത ചട്ടി മാത്രമല്ല ഇവിടെ ഇതാക്കണതിലൊക്കെ ഇതാക്കണെന്താ പോട് കൂടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നിന്നതാ ഒക്കെ തന്നെയാണ്. അതിന്റെ മരടൊക്കെ നോക്കിയാ അതാണ്ട് നോക്കിയാ അടിപൊളി കടവണ്ണുള്ള പ്ലാന്റ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു ആകർഷകമായ റേറ്റിൽ കൊടുക്കല്ലേ നമുക്ക്? കൊടുക്കുക. അതൊക്കെ കണ്ടങ്ങള് ഫുള്ള് കായ്ച്ച നിൽക്കുമ്പോൾ അതിന്റെ രസം ഉണ്ടാകേ. അപ്പഴാണ് ഇതിന്റെ റേറ്റ് അല്ലേ? റേറ്റ് ഇപ്പൊ പൂ വരൽ തുടങ്ങിയാണ്. അടഞ്ഞ മഴ ഇതിലേ പൂ ഉണ്ടാടൊക്കെ കൊഴിഞ്ഞു പോവുക. വലിയ പ്ലാന്റുകൾ വെച്ചുള്ള ഏരിയ അല്ലേ? ഇവിടെ നമ്മളെ ജംബോ പ്ലാന്റുകളെ ഏരിയ ആണ്. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഇഷ്ടമാതിരി ഉണ്ട്. എടുക്കുക, കൊണ്ടുപോവുക. എന്നാളെ ഞാൻ പറഞ്ഞല്ലോ 40 പീസാണ് ഇപ്പൊ നമ്മള് താമരശ്ശേരിക്ക് കയറ്റി വിട്ട്. ഇതൊക്കെ നമ്മുടെ റംബൂട്ടാന്റെ 1ാം തരം തൈകളല്ലേ? ഒക്കെ നൈറ്റിന്റെ വലിയ തൈകള് നോക്കിയാണെങ്കിൽ മാങ്കോസ്റ്റിന് 8 വർഷമായ ജംബോ പ്ലാന്റുകളാണ്. നോക്കി നമ്മളെ കൈ അടങ്ങൂല. അതിന്റെ കട്ടവണ്ണൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അതിന്റെ ബാക്കൊക്കെ ഈ ഒരു ബാക്കിലേക്കൊക്കെ കാണുന്നത് മൊത്തം റോയ് അതാണ്.
പിന്നെ ഏതൊക്കെ വരുന്നത്? ഇത് കുളമ്പ് ഐറ്റംസ് ആണ് ജംബോ. പിന്നെ ഇത് ഏതാ വെറൈറ്റി പ്ലാവ്? ഇത് മറ്റേ ഡാങ്സൂര്യ. ഡാങ്സൂര്യ ആണല്ലേ? ഡാങ്സൂര്യന്റെ കളക്ഷൻ ആണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് മൊത്തം. J33 അതൊക്കെ കയറ്റി പോയതാണ് ഇപ്പേ. വലുതൊക്കെ കയറ്റിയതാ. വലിയ തൈകളുണ്ടല്ലോ ഇവിടെ. അടഞ്ഞ മഴയായിട്ടേ ഇലകളൊക്കെ നിൽക്കണ അതാണ്. ഈ ഭാഗത്ത് നമ്മുടെ കാലാപ്പാടി അല്ലേ? ഇത് കാലാപ്പാടി. അതൊക്കെ നല്ല നല്ല പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം, കൊണ്ടുപോകാം. ഒരുവിധം മിക്ക നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ തരം മാവിന്റെയും വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ ഏതാ വെറൈറ്റി? അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. അത് കാലാപ്പാടി തന്നെ. ഇതിപ്പോ നമ്മൾ ആർട്ടിട്ടോ നമ്മളിപ്പോ സെറ്റാക്കി വെച്ചതാ വലുതാകാൻ വേണ്ടി. ഫുള്ള് ഇത് കാട്ടിമോണ് കേട്ടോ. ഫുള്ള് കായ ഉണ്ടായിഞ്ഞതാ. റിസൾട്ടിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു സംശയം. ഇത് ബനാന കേട്ടോ. അടിപൊളി വലിയ പ്ലാന്റുകൾ, ജംബോ പ്ലാന്റുകൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇത് ഒറ്റക്ക് വെച്ചിട്ടേ കാറ്റിന് മറിഞ്ഞു വീണിട്ടാണ് ഇങ്ങനെ കൂട്ടി വെച്ചത്. വലിയ പ്ലാന്റ്. ബഷീർ ഖാൻ, അപ്പൊ ഇതാണ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ നാംടോക്ക് പൂട്ട് കഴിഞ്ഞതാട്ടോ. കണ്ടോ? അതാ അടിപൊളി കേട്ടോ. നല്ല പ്ലാന്റുകൾ. അത് വലുതൊക്കെ കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞില്ല 40 പ്ലാന്റ് ഇവിടുന്ന് കൊണ്ടുപോയി. ഇതേപോലെ ഇതിലേറെ വശമില്ലാതെ ഇതിലേറെ വലുത് ആദ്യത്തെ പ്ലാന്റ് ഒക്കെ കൊണ്ടതിന് ശേഷം പിന്നെ സെറ്റാക്കിയത്. ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ കണ്ടോ എല്ലാ പ്ലാന്റുകളും അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. നല്ല പിലാത്തൈകൾ ഇതാക്കണം. ഇതൊക്കെ ഈ വർഷം തന്നെ കായ ഉണ്ടാവും കേട്ടോ. ഇക്ക, നമ്മുടെ ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിന് ഇന്ന പ്ലാന്റ് വേണം ഡ്രമ്മിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ സെറ്റ്, അതായത് ഏത് സൈസിലുള്ള പ്ലാന്റുകളും ഇക്കയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കാറ്റുമൂന്ന് ഇതൊക്കെ മാങ്ങ ഉണ്ടായിനി അതാട്ടോ. ഉണ്ടായിനി ഒക്കെ പറിച്ചു പോയിക്കൊണ്ടുണ്ട്. ഒക്കെ കായ ഉണ്ടായിനി കാട്ടിമൂണ്ടാവാ. ഈ ഭാഗത്തൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ബനാനാണ്. ഈ കാണുന്നൊക്കെ ബനാന കേട്ടോ. അടിയിൽ നാംടോക്ക് ഉണ്ട്. ഇത് മിയാസാക്കിയാണ്. പിന്നെ ഇവിടെ ബാക്ക് ഭാഗത്ത് ഇതാ വലിയ പ്ലാന്റ് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ മാവ്. നല്ല തൈകളാണ്. ഇതും അത് തന്നെ. ആ പൂവിടുന്നതാ റെഡ് ഡ്രാഗനാണ്. റെഡ് ഡ്രാഗൺ അല്ലേ? റെഡ് ഡ്രാഗൺ. കാലാപ്പാടി മാവ് മാങ്ങയോട് കൂടെ നിൽക്കണല്ലേ? അതൊക്കെ വലിയ പ്ലാന്റ്, ജംബോ പ്ലാന്റ് ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ടായിന്. അതൊക്കെ കയറ്റി വിട്ടതാ. നമ്മളാ 40 ഡ്രമ്മിൽ കൂടെ ആ മാവ് ഇതും കുറെ കയറ്റിയിരുന്നു. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തേ. മലപ്പുറം ജില്ല, എടവണ്ണ, മുണ്ടേങ്ങര കാർഷിക നഴ്സറി. ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെയാണ്. കൊടുക്കാനാണ് ഫുള്ള്.